എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. RRB NTPC പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ പരീക്ഷയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, then ഷെയർ ചെയ്യുക. RRB NTPC എക്സാം നമുക്കറിയാം, ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലെ. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഒരു ടെൻഷൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു പരീക്ഷ നടക്കുന്നത്, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കൊണ്ടുപോകണം, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ നിങ്ങൾ നിലനിൽക്കുന്നുണ്ടാവും. സോ ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ പോകാം വീഡിയോയിലേക്ക്. നമുക്കറിയാം RRB NTPCയുടെ പരീക്ഷ ഇപ്പം നമ്മുടെ ആ ഒരു ഡിഗ്രി ലെവലിന്റെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷിഫ്റ്റ് 1, ഷിഫ്റ്റ് 2, ഷിഫ്റ്റ് 3 3 ഷിഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ പരീക്ഷ നടക്കുന്നത്. ഇതെല്ലാം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. സോ നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് വന്നു കഴിയുമ്പോൾ ഹാൾ ടിക്കറ്റിൽ കറക്റ്റ് കാര്യങ്ങൾ പറയുന്നുണ്ട്. എപ്പോഴാണ് നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് ഷിഫ്റ്റ് ഏതാന്നുള്ളത് മനസ്സിലാക്കി വെക്കുക ആദ്യം തന്നെ. ഷിഫ്റ്റ് 1 ആണോ, അല്ലെങ്കിൽ ഷിഫ്റ്റ് 2 ആണോ, ഷിഫ്റ്റ് 3യിലാണോ നിങ്ങൾക്ക് എക്സാം വരുന്നതെന്നുള്ളത് ആദ്യം തന്നെ നിങ്ങൾ ഹാൾ ടിക്കറ്റ് വരുമ്പോൾ മനസ്സിലാക്കി വെക്കുക. ആ ഒരു ഹാൾ ടിക്കറ്റ് കറക്റ്റ് കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമുക്കറിയാം അതിൽ റിപ്പോർട്ടിംഗ് ടൈമും കൊടുത്തിട്ടുണ്ട്, ഗേറ്റ് ക്ലോസിംഗ് ടൈമും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഷിഫ്റ്റ് 1 എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം റിപ്പോർട്ടിംഗ് ടൈം എന്ന് പറയുന്നത് 7:30 AM, അതായത് രാവിലെ 7:30 മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. ദെൻ ഗേറ്റ് ക്ലോസ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് 8:30 അല്ലെ. അതിനുശേഷം എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് 9 മണിക്കാണ്. അപ്പം ഇവിടെ നിങ്ങൾ റിപ്പോർട്ടിംഗ് ടൈമും ഗേറ്റ് ക്ലോസ് ചെയ്യുന്ന ടൈമും എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇപ്പൊ ഷിഫ്റ്റ് 1 ആണെങ്കിലും ഷിഫ്റ്റ് 2ലാണ് നിങ്ങൾ അലോട്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ ഷിഫ്റ്റ് 3യിലാണെങ്കിലും നിങ്ങൾ കറക്റ്റ് ആ ഒരു റിപ്പോർട്ടിംഗ് ടൈമും ഗേറ്റ് ക്ലോസ് ചെയ്യുന്ന ടൈമും ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പം എക്സാം സ്റ്റാർട്ട് അല്ലെങ്കിൽ റിപ്പോർട്ടിംഗ് ടൈം 7:30 ആണെങ്കിൽ ഒരു 7 മണിക്കെങ്കിലും നിങ്ങൾ ആ ഒരു എക്സാം സെന്ററിൽ എത്തുന്ന രീതിയിൽ വേണം നിങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെടാനായിട്ട്. കാരണം ഇപ്പൊ ബ്ലോക്ക് ഒക്കെ ഉള്ള ടൈമൊക്കെയാണ്, ഒന്നാമത് മഴയുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ പരീക്ഷാ കേന്ദ്രത്തിൽ എത്തുന്ന രീതിയിൽ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെടാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ നമുക്കറിയാം മഴയായതുകൊണ്ടും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ട്രാഫിക് ബ്ലോക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എക്സാം സെന്ററിൽ എത്താനായിട്ട് നമ്മൾ വൈകും ഇല്ല. അപ്പൊ അതൊക്കെ നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ, ഈ ഒരു ടൈം അല്ല, അതിന് മുന്നേ ടൈമിലുള്ള 1 മണിക്കൂർ മുമ്പ് തന്നെ എക്സാം സെന്ററിൽ ചെല്ലുന്ന രീതിയിൽ വേണം നിങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെടാനായിട്ട്. അപ്പൊ ആ ഒരു കാര്യം മനസ്സിലാക്കി വെക്കാം. ഇനി നമ്മൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തെല്ലാം ഉണ്ടായിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ നമ്മുടെ ഈ ഒരു ഹാൾ ടിക്കറ്റ്, അത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ കളർ പ്രിന്റ് എടുത്ത് വെക്കുക. ഹാൾ ടിക്കറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ വാലിഡ് ആയിട്ടുള്ള ഒരു ID പ്രൂഫ്, അത് ഫോട്ടോ ഉള്ള ഒരു ID പ്രൂഫ് ആയിരിക്കണം. മിക്ക ആളുകൾ എടുക്കുന്ന ആധാറാണ്. ആധാർ എടുക്കണം, അത്രയും നല്ലത്. ആധാറിന്റെ ഒപ്പം തന്നെ വേറെ എന്തെങ്കിലും, ഇപ്പൊ ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ പാൻ കാർഡോ അങ്ങനെ വേറെ എന്തെങ്കിലും ഒരു ID പ്രൂഫും കൂടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പിന്നെ ഫോട്ടോ നമുക്ക് ഹാൾ ടിക്കറ്റിൽ നിങ്ങൾക്ക് അറിയാം അവിടെ പേസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഹാൾ ടിക്കറ്റ് പ്രിന്റ് എടുത്തു കഴിയുമ്പോഴത്തേന് നിങ്ങൾ ആ ഒരു റൈറ്റ് സൈഡിൽ നോക്കുക, അവിടെ നിങ്ങളുടെ ഫോട്ടോ, അത് ആ ഒരു നമ്മൾ ആപ്ലിക്കേഷൻ ടൈം കൊടുത്ത ഫോട്ടോ ആയിരിക്കണമെന്ന് അങ്ങനെ പറയുന്നുണ്ട്. ആ ഒരു ഫോട്ടോ തന്നെ ആയിരിക്കുവാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. അപ്പൊ അവിടെ ഒരു ഫോട്ടോ നിങ്ങൾ അവിടെ പേസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പൊ അത് ഹാൾ ടിക്കറ്റിൽ ഉണ്ടായിരിക്കും. പിന്നെ ഒരു ഫോട്ടോ അഡീഷണൽ കയ്യിൽ വെച്ചേക്കുക. നമുക്ക് അതിന്റെ ഒരു ആവശ്യം വരുന്നില്ല, എങ്കിൽ പോലും ഒരു ഫോട്ടോ കയ്യിൽ വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ഹാൾ ടിക്കറ്റ് ഉണ്ടായിരിക്കണം. ഹാൾ ടിക്കറ്റിൽ നമ്മുടെ ഫോട്ടോ പേസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അവിടെ നമ്മൾ ഫോട്ടോ നമ്മൾ ഒട്ടിക്കുക. അതേപോലെ തന്നെ നമ്മുടെ വാലിഡ് ആയിട്ടുള്ള ഒരു ID പ്രൂഫ്, ആധാർ തന്നെയാണെങ്കിൽ ഏറ്റവും നല്ലത്, ആധാർ ഉണ്ടായിരിക്കണം. ഒപ്പം തന്നെ വേറെ ഏതെങ്കിലും ഒരു ID പ്രൂഫും കൂടെ കയ്യിലെടുക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എക്സാമിന്. പിന്നെ ഫോട്ടോ, അഡീഷണൽ ഒരു ഫോട്ടോയും കൂടെ കയ്യിൽ വെച്ചേക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളുമായിട്ടാണ് നമ്മൾ പരീക്ഷയ്ക്ക് പോകുന്നത്. പരീക്ഷയ്ക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കയ്യിൽ നമ്മൾ പെന്നോ പേപ്പറോ ഇതൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ പെന്നും എല്ലാ സാധനവും നമുക്ക് എക്സാം സെന്ററിൽ നിന്ന് തരുന്നതായിരിക്കും. ഇപ്പൊ നമുക്ക് മാത്സ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ, ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ പേപ്പറും അതുപോലെ തന്നെ പെന്നൊക്കെ നമുക്ക് എക്സാം സെന്ററിൽ നിന്ന് തരുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മളായിട്ട് പേനയൊന്നും വാങ്ങിച്ചുകൊണ്ട് പോവേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഇപ്പം ലേഡീസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, പെൺകുട്ടികൾ എപ്പോഴും ഒരു ഓർണമെന്റ്സും എക്സാം സെന്ററിൽ കൊണ്ടുവരാൻ പാടില്ല. അതായത് ഇപ്പം കമ്മലായിക്കോട്ടെ, മാലയായിക്കോട്ടെ, വളയായിക്കോട്ടെ, അല്ലെങ്കിൽ കുൽസ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇടാതെ വേണം പരീക്ഷയ്ക്ക് പോകാനായിട്ട്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ഓർണമെന്റ്സും നമ്മുടെ ബോഡിയിൽ ഉണ്ടായിരിക്കാൻ പാടില്ല. അതായത് കമ്മലായിക്കോട്ടെ, മൂക്കുത്തി വരെ, അപ്പൊ മൂക്കുത്തി വരെ ഊരിയിട്ട് നമുക്ക് പരീക്ഷാ കേന്ദ്രത്തിൽ കയറാൻ പറ്റും. അപ്പൊ ഒരു ഓർണമെന്റ്സും ഇപ്പൊ ഗോൾഡ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഇട്ടുകൊണ്ട് നടക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വീട്ടിൽ തന്നെ വെച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ഓർണമെന്റ്സ് ഒന്നും നമുക്ക് എക്സാം ഹാളിൽ
കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ഓർണമെന്റ്സ് ഇല്ലാതെ തന്നെ നമ്മൾ കേട്ടത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം ചില ആളുകള് മുടിയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ മുടിയൊക്കെ പിന്നെ ഇട്ടിട്ട് ചിലപ്പോൾ ബുഷൊക്കെ ഇടും അല്ലെ. അപ്പം ബുഷ് എന്നായിരിക്കും നിങ്ങൾ പറയുന്നത്. അപ്പൊ ആ സാധനമൊക്കെ എന്താ ശരിക്കും പറഞ്ഞാൽ കട്ടിയുള്ള ബുഷോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇടാൻ സമ്മതിക്കത്തില്ല. അതും ഒന്ന് മനസ്സിലാക്കി വെക്കുക. റബ്ബർ ബാൻഡ് അല്ലെങ്കിൽ അത്രയും നാരോ ആയിട്ടുള്ള രീതിയിലുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമുക്ക് മുടിയിൽ ഇടാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ബുഷ് ഒന്നും അങ്ങനെ അത്ര കട്ടിയായിട്ടുള്ള സാധനം ഒന്നും ഇടാനായിട്ട് സമ്മതിക്കത്തില്ല. അപ്പൊ അതും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയോ. അപ്പൊ മുടിയൊക്കെ പിന്നി കെട്ടിയിട്ട് പോകുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ചെറിയ റബ്ബർ ബാൻഡ് പോലത്തെ സംഭവങ്ങളെ മുടിയിൽ ഇടാൻ പാടുള്ളൂ. അതല്ലാതെയുള്ള സാധനങ്ങളൊന്നും എന്താ നമ്മുടെ മുടിയിൽ ഇടാൻ പാടില്ല. ബുഷ് പോലത്തെ സംഭവങ്ങളൊന്നും ഇടാനായിട്ട് പാടില്ല. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പം ഓർണമെന്റ്സ് ഒന്നും പറ്റത്തില്ല. അതേപോലെ തന്നെ ഇപ്പൊ ബെൽറ്റ്, ഇപ്പൊ ജീൻസ് ഒക്കെ ഇടുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ബെൽറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ബെൽറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഒരുപാട് സ്വീക്വൻസ് ഒക്കെ വെച്ചിട്ടുള്ള വർക്കൊക്കെ വെച്ചിട്ടുള്ള ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഡ്രസ്സുകളൊന്നും ഇടാനായിട്ട് പാടില്ല. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ഇട്ടിട്ട് നിങ്ങൾക്ക് എക്സാമിന് പോവാം. അതിപ്പം എന്താ ഈ പറഞ്ഞ പോലെ ജെന്റ്സ് ആയാലും അല്ലെങ്കിൽ ലേഡീസ് ആയാലും ശ്രദ്ധിക്കുക. ഒരുപാട് വർക്ക് ഉള്ളതും അങ്ങനെയുള്ള ഡ്രസ്സുകൾ ഒത്തിരി പ്രിന്റഡ് ആയിട്ടുള്ള രീതി, ഫ്രണ്ടിൽ ഒത്തിരി പ്രിന്റ് ഒക്കെ ചെയ്ത് അങ്ങനെയുള്ള ഡ്രസ്സുകളൊന്നും ഇടാതിരിക്കുക. ശരിക്കും പറഞ്ഞ ഒരു എന്താ പറയാ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള രീതിയിലുള്ള ഡ്രസ്സ് ഇട്ട് പോവുകയാണെങ്കിൽ അത് സാധാരണ ഒരു വേഷത്തിൽ പോകണം അത്രയും നല്ലത്. ഒരുപാട് വർക്കൊക്കെ ഉള്ള ഗിൽറ്റ് ഒക്കെ വെച്ചിട്ട് അങ്ങനെയുള്ള വസ്ത്രങ്ങളൊന്നും ഇട്ടുകൊണ്ട് പോകാനായിട്ട് പാടില്ല കേട്ടോ. അതും ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോർഡിൽ ശരിക്കും പറഞ്ഞാൽ ഒന്നും അതായത് ഒരു സേഫ്റ്റി പിൻ പോലും ഉണ്ടാവാനായിട്ട് പാടില്ല. അപ്പൊ അത് അത്രയും ഇതായിട്ടുള്ള രീതിയിലാണ് ചെക്ക് ചെയ്തിട്ട് നമുക്ക് എക്സാം ഹോളിലേക്ക് നമ്മളെ കയറ്റത്തുള്ളൂ. അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പം ആപ്ലിക്കേഷൻ ടൈമിൽ ഇംഗ്ലീഷ് മീഡിയം ഒക്കെ കൊടുത്ത ആളുകൾ ഉണ്ടായിരിക്കും. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും കേട്ടോ. അത് നമുക്ക് ഇപ്പം മലയാളം മീഡിയം കൊടുത്ത ആളുകൾക്ക് നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നമുക്ക് ഇംഗ്ലീഷ് മലയാളം എന്നുള്ള രീതിയിൽ ഓപ്ഷൻ ഉണ്ടാവും. പക്ഷെ ഇംഗ്ലീഷ് ആപ്ലിക്കേഷൻ ടൈമിൽ കൊടുത്ത ആളുകൾക്ക് ഇംഗ്ലീഷിൽ മാത്രമേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ബാക്കിയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ എക്സാം ഹാളിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് അവിടെ നിൽക്കുന്ന ആളുകൾ, അതിന്റെ അധികൃതരെ നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അവരുടെ നേതൃത്വത്തിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ പൊതുവായിട്ടും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ബാക്കിയൊക്കെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് അവർ പറഞ്ഞു തരും. അതനുസരിച്ച് വേണം നമ്മൾ മുമ്പോട്ട് പോകാനായിട്ട് കേട്ടോ. അപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അതിനനുസരിച്ച് മറുപടി തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.